ഉമ്മച്ചൻ സാറേ, ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. ക്ലബിൽ പോകുന്നതോ മദ്യപിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. ക്ലബും മദ്യമൊക്കെ പിന്നെ എന്നാത്തിനാ? പിന്നെ ഒരു പോലീസുകാരന്റെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞ അതും ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് പ്ലാന്റർ ചാക്കോച്ചന്റെ മോൻ ഉമ്മച്ചന്റെ അനിയൻ. പക്ഷെ ഈ സോളമന്റെ ദേഹത്ത് തൊട്ട ഏത് കോപ്പന്റെ മോനായാലും കൊള്ളാം, അനിയനായാലും കൊള്ളാം, പരുപ്പ് ഞാനെടുക്കും. അതിന്റെ പേരിൽ ഉമ്മച്ചനൊന്നും തോന്നരുത് കേട്ടോ. പൗലോസേ, ആ പിള്ളേരെ ഇറക്കി വിട്ടേര്. പോയിക്കോ. അടുത്ത വെക്കേഷൻ വരുമ്പോ മുൻകൂട്ടി അറിയിച്ചേക്കണം. ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ ഒരുങ്ങിയിരുന്നോളാം. നീ വണ്ടിയിലോട്ട് കയറി, ഞാനെത്തി. സോളമ, ഞാനിവിടുത്തെ XMLA ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക്. ചത്തുപോയ എന്റെ അപ്പൻ പ്ലാന്റർ ചാക്കോച്ചന്റെ പേരും വേണ്ട. പക്ഷെ നീ കൈവച്ചത് ഉമ്മച്ചന്റെ അനിയന്റെ മേല. നിന്റെ കൈകൊണ്ട് അവന്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എന്റെ സ്വന്തം ചോരയാ. അതിന്റെ കണക്ക് നീ പറയേണ്ടി വരും. നിന്നെ കൊണ്ട് പറയിക്കും ഞാൻ. ഉമ്മച്ച, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറും. താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിലെടുത്തൊരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വന്നു വരും. സോളമ എന്ന തന്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ. അടിനാഭിക്കിട്ട ആദ്യത്തെ തൊഴി സാറേ എന്ന് വിളിക്കണം. സബ് ഇൻസ്പെക്ടർ സാറേന്ന്. മനസ്സിലായോ? പിന്നെ അവന്റെ ദേഹത്തുനിന്ന് പൊടിഞ്ഞ നിന്റെ ചോരയുടെ കാര്യം. ചോര ആരാന്റെ ആണേലും അവനവന്റെ ആണേലും ഉമ്മച്ച സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറ തൂവിപ്പോവും. ചോരയാന്ന് ഒരിക്കൽ തറയെ വീണു പോയാൽ രണ്ടാമത് കോരിയെടുത്ത് ഞരമ്പേൽ ഒഴിക്കാൻ ഒക്കത്തില്ല. അതോർത്തിരുന്നാ മതി. പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും. എന്നാ ഉമ്മച്ചൻ ചെല്ല്, ഞാൻ വിളിച്ചോളാം. പൗലോച്ച, ആരേലും വിട്ടൊരു ചായ തരാൻ പറ.